നമസ്കാരം, എല്ലാവർക്കും ക്യാപിസ് വേയിലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. ഈ കാണുന്ന ഹൈബ്രിഡ് സൺഡേ മൺഡേ ട്യൂസ്ഡേ പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതെന്നും പൂക്കളുണ്ടായിരിക്കും. നിറഞ്ഞ് പൂക്കൾ ഉള്ളതാണ് ഹൈബ്രിഡ് ഇനങ്ങൾ. ഇതിൻ്റെ നാടനാണെങ്കിൽ എല്ലാ കാലത്തും പൂക്കൾ ഉണ്ടാകില്ല. മാത്രമല്ല അത് ഉയർന്നു പോവുകയും ചെയ്യും. ഇതെന്നും ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. നിറഞ്ഞ് പൂക്കളുണ്ടാകും. ഏത് സീസണിലും ഇതിൽ പൂക്കളായിരിക്കും. വേനൽക്കാലമായാലും മഴക്കാലമായാലും നിറഞ്ഞ് പൂക്കളുണ്ടാവും. പിന്നെ നാടിൻ്റെ മാതിരി തന്നെ 3 കളറിലെ പൂക്കൾ ഒരുമിച്ച് കാണാൻ നമുക്ക് കഴിയും. ആദ്യം വിരിയുന്നത് ഡാർക്ക് വയലറ്റ് ആയിരിക്കും. ഡാർക്ക് വയലറ്റിലാണ് ആദ്യം വിരിയുന്നത്. പിന്നെ അത് 2 ദിവസം കഴിയുമ്പോൾ ഇത് ലൈറ്റ് വയലറ്റിലേക്ക് മാറും. ലൈറ്റ് വയലറ്റ്. പിന്നീട് 2 ദിവസം കഴിയുമ്പോൾ ഈ കാണുന്ന ഇതാണല്ലോ വൈറ്റ് കളറിലേക്ക് മാറും. അങ്ങനെ ഒരേ സമയം ഒരു ചെടിയിൽ തന്നെ 3 കളറിലെ പൂക്കൾ നിറഞ്ഞു നിൽക്കും കാണാൻ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഈ ഹൈബ്രിഡ് ഇനങ്ങളാകുമ്പോൾ നല്ല ബുഷിയായിട്ടാണ് എപ്പോഴും കാണുന്നത്. അത് പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിന് സ്മെല്ലുണ്ടായില്ല. നാടൻ ഇനങ്ങൾക്ക് സ്മെല്ലുണ്ടാവും. പക്ഷേ ഇതിന് സ്മെല്ലില്ലെങ്കിൽ തന്നെ നിറഞ്ഞ പൂക്കൾ ഏത് സീസണിൽ ഉണ്ടാവുകയും ചെയ്യും. പ്ലാന്റ് ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നടാൻ ഏറ്റവും അനുയോജ്യമായത് ഈ ഇനത്തിൽ ഹൈബ്രിഡ് ഇനമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ വളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം വളം കൊടുക്കേണ്ട ആവശ്യമില്ല. ചാണകപ്പൊടി അങ്ങനെയുള്ളത് ഇടയ്ക്ക് കൊടുത്താൽ മതി. എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. പൂ തീരെ കുറവായിട്ട് തോന്നുമ്പോൾ അല്പം DAP 5-6 തരി കൊടുത്താൽ മതിയാവും. അത് ഇടയ്ക്ക് മാത്രം കൊടുത്താൽ, പൂ കുറവാണെന്ന് തോന്നുന്ന സമയത്ത് മാത്രം കൊടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മഴക്കാലത്ത് യാതൊരു വളവും ഇതിന് കൊടുക്കരുത്. മഴക്കാലത്ത് നമ്മൾ ചെടികൾക്ക്, ഈ ചെടിയൊന്നുമല്ല, നമ്മൾ ചട്ടിയിലൊക്കെ നടുന്ന ഏത് ചെടികൾക്കും മഴക്കാലത്ത് വളം കൊടുത്താൽ ആ വളം ഒറ്റ മഴക്ക് തന്നെ അത് കംപ്ലീറ്റ് മണ്ണിൽ അലിഞ്ഞ് അത് ചെടി വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഈ ചെടികളുടെ തണ്ടിന്, ഇലകൾക്ക് അത് താങ്ങാൻ പറ്റില്ല. ഇലകൾ സാവകാശം കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. മഴക്കാലത്ത് കൊടുക്കുമ്പോൾ, അതായത് മഴവെള്ളത്തിൽ തന്നെ ധാരാളം നൈട്രജൻ ഉണ്ട്. മറ്റു ചെടികൾക്ക് ആവശ്യമായ മറ്റു മൂലകങ്ങളും മഴവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ പുറമെ കുറേ വളവും കൂടി ഇട്ട് കൊടുത്താൽ ചെടിയുടെ ഇലകളൊക്കെ ഈ മഴക്കാലത്ത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ചില ചെടികൾ അതോടുകൂടി നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ ചെടിക്ക് ഒരു വിധത്തിലും വളം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് 10-15 ചെടികളാണ് ഈ കാണുന്ന. ഇത്രയും സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്കൊരു വീട്ടുകാരാണിത് പ്രൊപ്പഗേറ്റ് ഇത്ര നല്ല രീതിയിൽ ബുഷിയാക്കി ഫ്ലവറൊക്കെ ആക്കി തരുന്നത്. അപ്പോൾ ഒരു 100-ലധികം തൈകൾ ഇപ്പോൾ അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 2 മാസം കഴിയുമ്പോഴാണ് ഈ വലിപ്പത്തിൽ ആവുകയുള്ളൂ. അങ്ങനെ 2 മാസം എത്തുമ്പോൾ ഈ വലിപ്പത്തിൽ ആയി കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ അകലെയുള്ളവർക്ക് DTDC കൊറിയർ വഴി അയച്ചു തരുന്നത്. ഇപ്പോഴത്തെ സ്റ്റോക്ക് കുറവായതുകൊണ്ട് നേരിട്ട് വന്നവർക്ക് മാത്രമേ അതന്നെ തികയില്ല. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള ചെടിയുടെ വില ഞങ്ങൾ വിൽക്കുന്നത് 100 റുപ്പീസിനാണ്. 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.